വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിച്ചതും ഇസ്രായേൽ ഗസയിൽ മിസൈൽ ആക്രമണം പുനരാരംഭിച്ചു. ഈ ഇസ്രായേലി വിമാനങ്ങൾ ഇങ്ങനെ പറന്നു വരികയും കൊട്ടക്കണക്കിന് ബോംബുകൾ വർഷിക്കുകയും ചെയ്തു. അതിനു പുറമെ മിസൈലുകളും ഗസയിലേക്ക് അയക്കും. അവിടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കെട്ടിടങ്ങൾ കൂടി തകരുന്നു. ആശുപത്രികൾ ബോംബിട്ട് തകർക്കും, വിദ്യാലയങ്ങൾ തകർക്കും. അവിടെ അഡ്മിറ്റായിരുന്ന ജിഹാദികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പരലോകത്തേക്ക് അയക്കും. കൊല ചെയ്യപ്പെട്ടവരിൽ അധികം കുട്ടികളാണ്, ബാക്കി അമ്മമാരാണ്, വയോജനങ്ങളാണ്, പിന്നെ ശേഷിക്കുന്ന സാധാരണക്കാരായ പോരാളികളാണ്. ഈ ആദ്യത്തെ ആക്രമണകാലത്ത് ഒളിവിൽ പോരുന്ന പല നേതാക്കന്മാരും വെടിനിർത്തലിനെ തുടർന്ന് പുറത്തു വന്നിരുന്നു. ഇവർ ഓരോരുത്തരായിട്ട് ഇസ്രായേൽ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിനെതിരായിട്ട് ഹമാസിന് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വെടി പോലും തിരിച്ചു പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഇസ്രായേൽ പട്ടാളക്കാരന് പോലും ചെറിയ പരിക്ക് പോലും ഏൽപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ തികച്ചും ഏകപക്ഷീയമായ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. പോരാട്ടം എന്ന് പറയാനില്ല, നരമേധമാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പരിണതി ഉണ്ടായിട്ടും അറബ് രാജ്യങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഈജിപ്റ്റ് ആവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, കുവൈറ്റ് ആകട്ടെ, യമനാകട്ടെ, ആരും ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല. ഈ പലസ്തീൻകാരോട് വലിയ സ്നേഹമുണ്ട് എന്ന് ഭാവിക്കുന്ന തുർക്കിയിലെ ഉറുദുകാൻ പോലും മൗനം പാലിക്കുകയാണ്. ഉറുദുകാൻ തന്നെ വലിയ വിഷമത്തിൽ നിൽക്കുകയാണ്. അവിടെ മതേതരന്മാർ ചേർന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ വന്നിട്ട് പോയിട്ട് ഇറാനാണുള്ളത്. ഇറാൻ പണ്ട് വലിയ വാചകത്തിൽ വർത്തമാനം പറയും എന്നല്ലാണ്ട് അതിനപ്പുറമൊന്നും ചെയ്യുകയില്ല. പിന്നെ ഹൂത്തികൾ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രൂപ്പ് മാത്രമാണ് അവിടെ ചെങ്കടലിൽ ചെറിയ ലാത്തിരി, പൂത്തിരി, മത്താപ്പൊക്കെ കത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, മിക്കവാറും അറബി രാജ്യങ്ങളും ഉള്ളുകൊണ്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പക്ഷത്താണ്. ഈ പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ജോർഡാൻ അറിയിച്ചു. ജോർഡാനിലെ രാജാവ് നമ്മുടെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട രണ്ടാമത്തെ വ്യക്തിയാണ്. ആദ്യത്തെ ആൾ ബെഞ്ചമിൻ നെതന്യാഹുവിടെ, രണ്ടാമത്തെ ജോർഡാനിലെ രാജാവാണ്. അപ്പോൾ രാജാവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചു പലസ്തീൻകാരെ ജോർഡാൻ കുറേ പേര് ഏറ്റെടുക്കും, ബാക്കിയുള്ളവരെ ഈജിപ്റ്റ് ഏറ്റെടുത്താൽ മതി എന്ന്. ആരും അതിന് മറുത്തൊരു വാക്ക് പറഞ്ഞില്ല. ജോർഡാനിലെ രാജാവ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവർ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുകയില്ലെന്നും ഗസയിൽ തന്നെ ജീവിക്കും എന്നും ഹമാസുകാർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നുണ്ട്. കേരളത്തിൽ പോലും വലിയ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. CPM-കാരോ CPI-കാരോ കോൺഗ്രസ്സുകാരോ ആരും ഈ നമ്മുടെ സേവ് ഗസ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. ലീഗുകാർ പോലും ഇങ്ങനെ അമ്മായി കുടിച്ചു പാൽക്കഞ്ചി എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ മാത്രം നടത്തിയിട്ടുള്ളൂ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അങ്ങനെ ഗസയെ വിട്ടുകളയാൻ പറ്റില്ല. അവർ ഹമാസിൻ്റെ മുന്നണി പോരാളികളാണ്. കോഴിക്കോട് കടപ്പുറത്ത് വമ്പിച്ച പ്രാർത്ഥന രാവ് സംഘടിപ്പിച്ചു. പ്രാർത്ഥന രാവ് എന്നാണ് പറഞ്ഞെങ്കിലും അവിടെ നടന്നത് അതിഭയങ്കരമായ പ്രസംഗ രാവാണ്. മുജീബുർ റഹ്മാൻ പ്രസംഗിച്ചു, അബ്ദുസലാം വാണിയമ്പലം വലിയ വായിൽ പ്രസംഗിച്ചു, പിന്നെ ഷിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞു. മുസ്ലിം ലീഗിൽ നിന്ന് പാണക്കാട് തങ്ങൾ വരുന്നതാണ് പറഞ്ഞെങ്കിൽ തങ്ങൾ പോയില്ല. എനിക്ക് കൊടുത്തത് തങ്ങളെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് മുടക്കിയതോ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ലീഗിന് വോട്ട് കിട്ടില്ല. പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇത്തവണ എങ്ങോട്ടും വോട്ട് കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി മന്ത്രിയാവാനും ഉപമുഖ്യമന്ത്രി ആവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞാലി പറഞ്ഞ് മുടക്കിയതാവും. പാണക്കാട് തങ്ങൾ വന്നില്ല. ഇവർ കോൺഗ്രസ് DCC പ്രസിഡന്റും മറ്റു ചില കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ പങ്കെടുത്തു. അങ്ങനെ ഒരു പ്രാർത്ഥന രാവ് നടത്തി. അവരെല്ലാവരും പറഞ്ഞത് ഗസയിൽ തന്നെ ഇവർ ജീവിക്കും. കടൽ മുതൽ പുഴ വരെയുള്ള സ്ഥലം പലസ്തീൻ അവകാശപ്പെട്ടതാണ്. ഇസ്രായേലിൻ്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും, അതുവരെ സമരം തുടരും എന്നൊക്കെയാണ്. ഇത് കേട്ട ആളുകളൊക്കെ കോരിത്തരിക്കുക, കൈയടിക്കച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. ഇവരിവിടെ പ്രാർത്ഥനാ രാവ് നടത്തുന്ന അതേ സമയത്ത് ഗസയിൽ വേറൊരു അത്ഭുതം അരങ്ങേറി. അതെന്താ വെച്ചാൽ ഈ ഹമാസിനെതിരായിട്ട് ഗസയിലെ പൗരന്മാർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടെ കോഴിക്കോട്ടും മഞ്ചേരിയിലുമൊക്കെ വെൽഫെയർ പാർട്ടിക്കാർ നടത്തുന്ന പ്രകടനത്തേക്കാൾ അല്പം കൂടി കൂടുതൽ ആൾ ഈ പ്രകടനത്തിലുണ്ടായിരുന്നു. ഒരു 10-500 പേര് പങ്കെടുത്തു. അത് വലിയ കോടാനുകോടി ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനമൊന്നും ആയിരുന്നില്ല. അവർ ഹമാസിനെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു. യുദ്ധം മതി, യുദ്ധം വേണ്ട, ഞങ്ങൾക്ക് സമാധാനമാണ് ആവശ്യം എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള TV ചാനലുകാർ വലിയ ആഘോഷമായിട്ട് നടത്തി. ഓൺലൈൻ ചാനലുകാർ ഏറ്റുപിടിച്ചു. ഇതാ ഗസയിൽ പോലും ആളുകൾ ഹമാസിനെ തള്ളിപ്പറയുന്നു എന്ന് വ്യാഖ്യാനിച്ചു. അപ്പോൾ ഇതിൻ്റെ ഹിക്മത്ത് എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉടനെ തന്നെ മീഡിയ വൺ ചാനൽ വെച്ച് നോക്കി. മറ്റെല്ലാ ചാനലിലും വാർത്തയുണ്ട്, പക്ഷേ മീഡിയ വണ്ണിൽ ഇതിനെക്കുറിച്ച് യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല.
കാതടപ്പിക്കുന്ന മൗനം എന്ന് പറയില്ലേ, ഇത് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് വരുന്നു അടുപ്പൂട്ടി ചർച്ച. ദാവൂദ് സാഹിബിൻ്റെ അധ്യക്ഷതയിലാണ്. സാഹിബ് വളരെ ദുഃഖിതനാണ്, ഖിന്നനാണ്. പണ്ട് ഹിസ്ബുള്ളക്കാരുടെ അരയിലിരുന്ന് പേജർ പൊട്ടിത്തെറിച്ചപ്പോൾ മാത്രമേ സാഹിബിന് ഇത്ര ദുഃഖത്തോടെ നമ്മൾ കണ്ടു. സാഹിബിന് പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഹമാസിനെതിരെ അവിടെ പ്രകടനം നടന്നില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അവിടെ പ്രകടനം ഒരുപക്ഷെ നടന്നു കാണും. പക്ഷേ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഗസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനാധിപത്യ രാജ്യമാണ്. അവിടെ മൊത്തം ജനാധിപത്യമാണ്. ഈ മൂത്രത്തിൽ വരെ ജനാധിപത്യമുള്ള രാജ്യമാണ് ഗസ. അവിടെ ഹമാസിൻ്റെ ഭരണം എന്ന് വെച്ചാൽ വളരെ വളരെ ലിബറലാണ്. ഹമാസിനെതിരെ സംഘം ചേരാനും മുദ്രാവാക്യം വിളിക്കാനും പൊതുയോഗം നടത്താനും നോട്ടീസ് അടിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് ഗസയിലെ ആളുകൾക്ക്. അവിടെ പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട്. ഹമാസിനെതിരെ പ്രവർത്തിക്കുന്ന ഈ പാർട്ടികളുണ്ട്. ആ പാർട്ടിക്കാർ ആരെങ്കിലും ആയിരിക്കും ഈ പ്രകടനം നടത്തിയതെന്നാണ് സാഹിബിൻ്റെ ഊഹം. മാത്രമല്ല ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പാർട്ടിക്കാർ വരെ അവിടെയുണ്ട്. പിന്നെ സാഹിബ് വേറെ രീതിയിലാണ് സമാധാനിക്കുന്നത്. ഹമാസിനെതിരായ മുദ്രാവാക്യമൊന്നും സാഹിബ് ശ്രദ്ധിച്ചിട്ട് കേട്ടില്ല. പുള്ളി കേൾക്കുന്നത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ യുദ്ധം തീരണം എന്നാണ്. യുദ്ധം തീരണം എന്നുള്ള എല്ലാവരുടെ ആവശ്യമല്ലേ. അത് ദാവൂദ് സാഹിബിൻ്റെ ഒരു ആവശ്യമാണ്, ആഗ്രഹമാണ്. പക്ഷേ ഹമാസ് പോകണമെന്നൊന്നും ആരും പറഞ്ഞില്ല, പറയുകയില്ല. ഇനി പറഞ്ഞാൽ തന്നെ സാഹിബ് സമ്മതിക്കില്ല. ഇതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തെയും അവർ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ദുർവ്യാഖ്യാനിക്കാൻ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര കഴിവാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരേ സമയത്ത് പെൻറ്റഗണിൻ്റെ നേർക്കും വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നേർക്കുമൊക്കെ വിമാനാക്രമണം നടത്തി അന്ന് മുതൽക്ക് ഇന്ന് വരെയും ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ഈ വിമാനാക്രമണം സംഘടിപ്പിച്ചത് ജൂതന്മാരാണ്, അല്ലാതെ അൽ-ഖ്വയ്ദക്കാരല്ല. ഇത് സയനിസ്റ്റുകളുടെ ഓപ്പറേഷനായിരുന്നു എന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറഞ്ഞ വലിയൊരു ബുദ്ധിജീവിയാണ്, ഇപ്പോൾ വയസ്സായി. അദ്ദേഹമാണ് ഈ തിയറി മുമ്പോട്ട് വെച്ചത്. പുള്ളി പറഞ്ഞ ഏതൊക്കെയോ സാഹിബന്മാർ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ജൂതന്മാരാണ് ചെയ്തത്. മാത്രമല്ല വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച ദിവസം സെപ്റ്റംബർ 11-ാം തീയതി അന്ന് യഹൂദന്മാരായ ജോലിക്കാരും ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു കടയിലും ഒരു സ്ഥാപനത്തിലും ജോലിക്ക് പോയിരുന്നില്ല. അവരെല്ലാവരും മുങ്ങി. എന്തുകൊണ്ടാണ്? അവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത്ര മണിക്ക് വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ വിമാനാക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം. ഇതാണ് പുള്ളിയുടെ തെളിവ്. ഇനി മറ്റൊന്ന്, ബോംബെ ആക്രമണം നമുക്കറിയാമല്ലോ. ബോംബെ ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് 10 സാഹസികന്മാർ ഇവിടെ സ്റ്റെൻ ഗണ്ണുമായിട്ട് വരികയും വഴിയെ പോകുന്ന ആളിനൊക്കെ വെടിവെച്ച് കൊല്ലിച്ചു. ട്രൈഡൻറ്റ് ഹോട്ടലിലും താജ് ഹോട്ടലിലും പിന്നെ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ വഴിയെ പോകുന്ന ആളിനൊക്കെ വെടിവെച്ച് വന്നു. ഈ സംഭവം നടത്തി ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നമ്മൾ വിചാരിച്ചാൽ പാകിസ്ഥാനിൽ തോന്നുന്ന ആൾക്കാരതല്ല. ഇത് RSSകാരൻ്റെ വേഷപ്രച്ഛന്നരായി വന്ന് നടത്തിയതാണ് എന്നാണ് മാധ്യമം പത്രം അന്ന് മുതൽ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമന്ത് കാർക്കറയെ കൊന്നതാര് എന്നൊക്കെ ചോദിച്ച് ഇവർ വലിയ സിദ്ധാന്തങ്ങൾ നടത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇപ്പോഴും പറയുന്നത് അജ്മൽ കസബ് തന്നെ വേഷം മാറിയ RSSകാരനായിരുന്നു എന്നാണ്. ഇനി സമീപകാലത്ത് കഴിഞ്ഞ കൊല്ലം ഹരിയാനയിലെ നൂഹ് എന്ന സ്ഥലത്ത് വലിയ വർഗീയ ലഹള ഉണ്ടായി. ഈ വർഗീയ ലഹള ഉണ്ടാക്കിയത് പാകിസ്ഥാനിലുള്ള ചില ഓൺലൈൻ മാധ്യമക്കാരാണ്. അവർ പടച്ചുവിട്ട വാർത്തകൾ കേട്ട ആളുകൾ ആവേശഭരിതരാകുകയും വർഗീയ ലഹളയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ മീഡിയ വൺ ചാനലിലെ ദാവൂദ് സാഹിബ് സംഘം പറയുന്നതാണ് ഇത് RSSകാർ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി നടത്തിയ കൂട്ടക്കൊലയാണ്, അവരുടെ കൂട്ടായുസമായിരുന്നു എന്നാണ്. ഇനി കഴിഞ്ഞ ദിവസം നാഗ്പൂരിലുണ്ടായ കലാപം അതെങ്ങനെ ഉണ്ടായത് നമുക്കറിയാം. നമ്മുടെ ശിവജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിവജിയുടെ മകൻ സാംബജിയെ കൊലപ്പെടുത്തിയ ഔറംഗസീബിൻ്റെ ശവകുടീരം അത് ഔറംഗാബാദിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് വളരെ വളരെ ദൂരെയാണ് നാഗ്പൂർ. ഈ നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അവിടെ ഖുറാൻ കത്തിച്ചു എന്ന് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരു മുസ്ലിം നേതാവ് അടിച്ചുവിട്ടു. ആളുകൾ ഇത് കേട്ട് ആവേശഭരിതരായി. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പിന്നീട് അന്വേഷണ സംഘം കണ്ടെടുക്കുകയും പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയും പുള്ളിയുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു തരുകയും ചെയ്തു. പക്ഷേ ദാവൂദ് സംഘം ഇപ്പോഴും പറയുന്നത് ഇത് RSSകാർ സംഘടിച്ച് അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് എന്നാണ്. ഈ രീതിയിലുള്ള പ്രചരണമാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ആ പ്രചരണത്തിന് തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഗസയിൽ സമരം നടത്തിയത്. യുദ്ധം വേണ്ട, സമാധാനം മതിയെന്ന് പറഞ്ഞത് ഇസ്രായേലുകാർ തന്നെ വേഷം കെട്ടി വന്നായിരിക്കും, അല്ലെങ്കിൽ വേഷം മാറി വന്നു, അല്ലെങ്കിൽ ഗസയിൽ ജനാധിപത്യമായതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ചില ഏകാംഗ നാടകമോ ആണ് എന്നാണ്. ഏതായാലും ദാവൂദിൻ്റെ തൊലിക്കെട്ടി എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് ഈ രീതിയിൽ ആക്കിയെടുക്കണമെങ്കിൽ ചെറിയ തൊലിക്കെട്ടി പോരാ. പുള്ളി കാണ്ടാമൃഗം
കഴിഞ്ഞ ജന്മത്തിൽ കാണ്ടാമൃഗം വരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇത് പറയുമ്പോൾ കാണ്ടാമൃഗം എനിക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് മഹാരാഷ്ട്രത്തിൽ. അപ്പോൾ ഏതായാലും കാണ്ടാമൃഗങ്ങളോട് മുൻകൂട്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് ദാവൂദ് സാഹിബേ, നിങ്ങളെപ്പോലെ ബുദ്ധിമാന്മാരാണ് ബാക്കി എല്ലാവരും എന്ന് വിചാരിക്കരുത്. അത്ര തന്നെ ബുദ്ധിയില്ലാത്ത ആൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹമാസിനായിരിക്കും അന്തിമ വിജയം എന്ന കാര്യത്തിൽ ഞാൻ സാഹിബിൻ്റെ അഭിപ്രായക്കാരനാണ്. പക്ഷേ മനുഷ്യൻ്റെ ക്ഷമ ഈ രീതിയിൽ പരീക്ഷിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.